University. He is a senior research fellow of the Indian Council of Historical Research. With all due respect, I invite Sri KKN Kurup sir for the inauguration. പ്രിയപ്പെട്ട വർക്കിംഗ് ചെയർമാൻ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വാസ്തവത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഇതൊരു ഹോം കമ്മിങ് കൂടിയാണ്. 30-32 കൊല്ലം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥിയായി VC ആവാൻ CHO മുഹമ്മദ് കോയ ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ സ്ഥാപിച്ചതുകൊണ്ട് എനിക്ക് കഴിഞ്ഞു. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഒന്നും പഠിച്ച ആളല്ല. ഒരു സാധാരണക്കാരൻ. ഒരു മട്രിക്കുലേഷൻ പാസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നിലയിൽ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിയായി ബന്ധപ്പെടും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ UGC ഒരു സർവകലാശാലയെ അനുവദിച്ചപ്പോൾ അത് ഈ പ്രദേശത്ത് മലബാറിലാകണമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. അതിൽ EMS അന്നത്തെ മുഖ്യമന്ത്രി കൂട്ടും. അങ്ങനെയാണ് സ്ഥാപനം വന്നത്. അതുകൊണ്ട് എത്ര 1000 കുട്ടികൾക്ക് പഠിച്ചു പോകുവാൻ കഴിഞ്ഞു. ആദ്യം ഇവിടെ ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ തൊഴിലാളികളായിരുന്നു. പിന്നീട് അത് മിഡിൽ ലെവലിലുള്ളവരായിട്ട് വന്നു, മാനേജീരിയൽ സൈഡിലുള്ളവർ. പിന്നീട് അത് പഠിച്ചു വളർന്നു വന്ന് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സായിട്ട് ആ 3 ലെവലിലൂടെ മൈഗ്രേഷൻ സ്റ്റഡീസിൻ്റെ പ്രൊഫസറൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞുകൊള്ളുന്നു, ഈ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഒരു മന്ത്രി ഇതിനെതിരായിട്ട് എന്തോ കേസ് കൂടി പോലീസിലേക്കെല്ലാം വിളിപ്പിച്ചു എന്നല്ല പറയുന്നത് എനിക്കറിയില്ല. നിങ്ങളുടെ ആദ്യത്തെ യോഗത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ യോഗത്തിലും കൊച്ചിയിൽ നിന്ന് നിൽക്കാം. പക്ഷേ എനിക്ക് വരണമെന്ന് മുഹമ്മദ് കുട്ടിയെ പ്രൊഫസർ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ഫോണിലൂടെ എത്രയോ നിരവധി തവണ ബന്ധപ്പെട്ടു. ഇവിടെ അതിൻ്റെ ഒരു റിപ്പോർട്ട്. ഇതൊരു പെരോക്കിയൽ ഒരു പ്രാദേശിക മൂവ്മെൻ്റായിട്ട് ഇതിനെ കരുതരുത്. എന്തുകൊണ്ട് ജനാധിപത്യത്തിൽ നമ്മൾ അവകാശങ്ങളെ നേരിട്ടിട്ടില്ലെങ്കിൽ നമുക്കതൊരിക്കലും കിട്ടുകയില്ല. ഇവിടെ മലബാറിൽ ഏറ്റവും പിന്നോക്കാവസ്ഥ ജില്ല ഇന്ന് തുടങ്ങിയതല്ല. കോളനി ഭരണത്തിൻ്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ, അതിനു മുമ്പ് പോയാൽ വിജയനഗരത്തിൻ്റെ കാലത്തിലേക്ക്, ഞാനതിലേക്ക് പോകുന്നല്ല. അപ്പോൾ ഈ മലബാർ പിന്നോക്കാവസ്ഥ തിരുവിതാംകൂർ കൊച്ചിയിൽ രാജഭരണമായിരുന്നു. രാജാവിന് എന്തും ചെയ്യാം. ബ്രിട്ടീഷുകാർ ആ കപ്പം 3000 എത്രയോ പണം കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റെസിഡൻറ്റും അവിടെ ഉണ്ടാവും. രാജാവിലെ കോളേജുകൾ തുടങ്ങാം. LMS, CMS, ക്രിസ്ത്യൻ മിഷനറിമാർ എല്ലാം ഇവിടെ കോളേജുകൾ തുടങ്ങി. ഇവിടെയാണെങ്കിൽ ആദ്യത്തെ ഒരു ആധുനിക വിദ്യാഭ്യാസ കേന്ദ്രം വരുന്നത് എപ്പോഴാണ്? ഗുണ്ടർട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും എല്ലാം കൂടിയിട്ട് ഒരു സ്കൂളുകൾ, മോഡേൺ സ്കൂള്, ബാസൽ മിഷൻ, ചെറിയ ചെറിയ സ്കൂളുകൾ തുടങ്ങി. പിന്നീട് അത് വികസിച്ചൊരു കോളേജായിട്ട് മലബാർ ക്രിസ്ത്യൻ കോളേജ്. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും ബാക്കി എല്ലാ രംഗത്തും തിരുവിതാംകൂർ കൊച്ചി വളരെ മുന്നോട്ടായിട്ടുണ്ട്. അതേസമയത്ത് മലബാർ ആ പഴയ കോളനി വ്യവസ്ഥയിൽ നിന്ന് അവരുടെ കോളനിയായിട്ട് തിരുവനന്തപുരം ഭരണകൂടത്തിൻ്റെ കോളനിയായിട്ട് വരികയാണ്. 80 ഈ മലബാർ മൂവ്മെൻറ്റ് അന്ന് എഡ്യൂക്കേഷൻ മാത്രമല്ല, മലബാറിൻ്റെ പുരോഗതിയെ പറ്റിയിട്ട് പൂർക്കൂത്ത് രാമണ്ണൻ നിങ്ങൾ കേട്ടിരിക്കുമെന്ന് അറിയില്ല. അദ്ദേഹം ഫൈറ്റർ പൈലറ്റായിരുന്നു. പിന്നീട് നെഹ്റുവിൻ്റെ എമർജൻസി IAS കിട്ടി. അദ്ദേഹം ലക്ഷദ്വീപിലെ ഇതെല്ലാം ആയിട്ട് അങ്ങനെ ഗവർണർ ഉപദേശകൻ. അദ്ദേഹം റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം കോഴിക്കോട് മാവൂർ റയൻസിൽ ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ഫാദറും എൻ്റെ കുടുംബവുമായിട്ട് ധാരാളം ബന്ധമുള്ള നിലയിൽ മലബാർ ഒരു മൂവ്മെൻറ്റ് വേണമെന്ന്. അത് പിന്നെ എന്തുകൊണ്ടോ ഞങ്ങൾ ചില മീറ്റിങ്ങുകൾ നടത്തി. മീറ്റിങ്ങുകൾ കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. പക്ഷേ കാര്യം നമ്മൾ ആശയം സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കണം.
ആ ആശയം ഏതെങ്കിലും ഒരു കാലത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് വരില്ല, അത് വേറെ ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. അതിനുശേഷം SKYS എന്നൊരു സംഘടന ഒന്നാം തരം ഒരു പുസ്തകം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്നു 85-90കളിലാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ റോഡുകളുടെ നീളം, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പഠിച്ചുകൊണ്ട് തിരുവിതാംകൂർ, കൊച്ചി എവിടെ നിൽക്കുന്നു, മലബാർ എവിടെ നിൽക്കുന്നു, ആളുകളുടെ എണ്ണം. ഏറ്റവും ചെറിയ ജില്ല ഒന്ന് ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ല 14ാമത്തെ സ്ഥാനത്താണ് വയനാട്, 13ാമത്താണ് കാസർഗോഡ്. പാലക്കാട് എത്ര സ്ഥാനം അറിയില്ല, നിങ്ങൾ നോക്കിക്കൊള്ളു. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെടുമ്പോൾ വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിൻ്റെ പാവകൾ എന്ന് പറയുന്ന നോവൽ കുട്ടികൾ വായിക്കേണ്ട ഒരു നോവലാണ്. ഇവിടെ വിദ്യാഭ്യാസ ചിന്തകയായിട്ടില്ല ശരിക്കും അംഗമുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ വിക്ടർ ഹ്യൂഗോ പറയുന്നത്, ഭക്ഷണം കിട്ടാത്ത ഒരാളേക്കാൾ ഞാൻ വേദനിക്കുന്നത് എഡ്യൂക്കേഷൻ കിട്ടാത്ത, എന്താണ് ജീവിതം എന്നറിയാത്തൊരു വ്യക്തിയെ പറ്റിയാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അത് നിർവഹിക്കാനാണ് സർവകലാശാലകളുള്ളത്. ഈ ഈക്വാലിറ്റി എന്ന് പറയുന്നത്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് വന്ന വാക്കാണത്. അപ്പോൾ ഈക്വാലിറ്റി എങ്ങനെ കൊടുക്കാം? അവിടെയാണ് വിദ്യാഭ്യാസം വരുന്നത്. അത് നിഷേധിക്കപ്പെടുമ്പോൾ, കൊളോണിയൽ ഭരണത്തിൽ നമ്മളത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഇല്ല, വളരെ മുന്നേറുന്നുണ്ടോ? എന്തായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? ആ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ പറയുമ്പോൾ അധ്യാപകർ, ഞാനൊരു ലേഖനം വായിച്ചു, ഇന്നത്തെ ഭരണകൂടം അധ്യാപകനെ തൊഴിലാളികളാക്കി മാറ്റുകയാണെന്ന്. എങ്ങനെയാണ് അധ്യാപകൻ തൊഴിലാളികളാവുന്നത്? ഏറ്റവും ഉന്നത പരീക്ഷകൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചുകൊണ്ട്, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ച് ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കുകയല്ല. എന്താണ് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം? ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം, എങ്ങനെ നമ്മുടെ രാജ്യം പോകണം? രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഗൾഫ് കൺട്രീസിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെയെല്ലാം ഒരു കൾച്ചർ, ഒരു സംസ്കാരം ഉണ്ടാക്കുകയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യമെന്ന് ടോയ്ൻബി എന്ന് പറയുന്ന വിഖ്യാത ചരിത്രകാരൻ പറയുന്നു. ഈ സംസ്കാരം എങ്ങനെ ഉണ്ടാക്കുക? തൊഴിൽ വേണം മനുഷ്യന് ജീവിക്കാൻ. ആ തൊഴിലോടൊപ്പം സംസ്കാരത്തെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രത്യേക ഒരു നോളജ് എക്കോണമി, നോളജ് സിസ്റ്റം എന്നെല്ലാം പറയുമ്പോൾ ആ സിസ്റ്റത്തിലൂടെ വളർന്നു വരുമ്പോൾ നമ്മളെ തലമുറ തൊഴിലാളികളായിട്ട് മാത്രം പ്രവർത്തിച്ചാൽ പോരാ. നമ്മുടെ വിദ്യാഭ്യാസം മാറണം. പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കണം. ആ എത്തിക്കേണ്ട പ്രവർത്തനമാണ് വാസ്തവത്തിൽ മലബാർ എഡ്യൂക്കേഷൻ സൊസൈറ്റി മൂവ്മെൻറ്റ്. അതൊരു മൂവ്മെൻറ്റാണ്. ഒരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് ഓഫീസോ ഇൻഫ്രാസ്ട്രക്ചറോ ഇതൊന്നും വേണമെന്നില്ല. ആളുകൾ, വിദ്യാർത്ഥികൾ, അധ്യാപകന്മാർ, ഇത് മാറണം. ഈ യൂണിവേഴ്സിറ്റി എൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഈഗോ പറയുകയല്ല, ഇവിടെ പ്രസ്സിനെ പറ്റി സൂചിപ്പിച്ചു. ഒരു പ്രസ് 50 കോടിയോളം ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രസ് ഇവിടെ സിൻഡിക്കേറ്റ് മെമ്പറുള്ളത് തന്നെ. എപ്പോഴും ഓഡിറ്റ് ഒബ്ജക്ഷൻ, ഓഡിറ്റുകൾ ഇത് നഷ്ട കച്ചവടമാണെന്ന് പറഞ്ഞു. എൻ്റെ ആ റിപ്പോർട്ടുകൾ കണ്ട് ഞാൻ പ്ലാനിങ് കമ്മീഷനിൽ, പ്ലാനിങ് ബോർഡിൽ, അന്ന് ഗുലാത്തിയാവട്ടമായിരുന്നു പ്ലാനിങ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. എന്നോട് ചോദിച്ചു, നിങ്ങളോട് ആര് പ്രസ് തുടങ്ങാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ തുടങ്ങിയതല്ല, ഇറ്റ് ഈസ് എൻ ഇൻഹെറിറ്റൻസ്. 40 കൊല്ലം മുമ്പ് തുടങ്ങിയ പ്രസ്സാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ അയാൾ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞത്,
ആ പ്രസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി പ്രസ്സുകളിൽ ഒന്നാക്കി മാറ്റി. എനിക്ക് പ്രസ് അറിയില്ല, ഞാൻ പ്രസ് ഒരു MBA സ്റ്റുഡൻറ്റുമല്ല. എങ്ങനെ മാറ്റി? ഒരു കോമൺ സെൻസ്. ആ കോമൺ സെൻസ് ഉപയോഗിക്കാൻ ഇവിടുത്തെ VCക്ക് എല്ലാവിധ അധികാരവും ഉണ്ട്. അത് ഉപയോഗിക്കാതെ വരുമ്പോൾ ആ സ്ഥാപനം തകരുന്നു. ഞാനൊരു സ്പെഷ്യൽ കമ്മീഷനെ വെച്ചു. എന്താണ് ഈ പ്രസിൻ്റെ പ്രശ്നം? ഇത് ഉദാഹരണം പറയുന്നത്, പ്രാചീന ഭാരതത്തിൽ ഒരു രാജാവിന് 5 മക്കളും മടിയന്മാരാണ്, ബുദ്ധിയില്ലാത്ത കുഴുമടിയന്മാരാണ്. പഞ്ചതന്ത്രം ലോകം മുഴുവൻ ഈ കഥ വ്യാപിച്ചിട്ടുണ്ട്. ഗൾഫ് നാടുകളിലുണ്ട്, പേർഷ്യയിലുണ്ട്, അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്. പഞ്ചതന്ത്രം. ഒരു ബ്രാഹ്മണനെ മക്കളെ പഠിപ്പിക്കാനാണ്. അയാൾ പഠിപ്പിക്കലല്ല, കഥകൾ പറഞ്ഞു കൊടുക്കുക. പല പല ആലയുടെ കഥ, കുറുക്കൻ്റെ കഥ. അങ്ങനെ ഈ മക്കൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഏറ്റവും വലിയ വിദ്യാസമ്പന്നരായിട്ട് മാറുന്നു. അതുപോലെ ഈ പ്രസിൻ്റെ രോഗം പഠിക്കാൻ ചിലർ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ പറഞ്ഞു, അച്ച് പെറുക്കി പെറുക്കി വെക്കുന്ന പ്രസ്സാണിത്, അതിനെ മാറ്റി കമ്പ്യൂട്ടറൈസേഷനിലേക്ക് കൊണ്ടുവരണം. കമ്പ്യൂട്ടറൈസേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ വെബ് ഓഫ്സെറ്റ് വേണം. ഇതെല്ലാം ചെയ്തിട്ട് മാത്രമേ അങ്ങനെ ഏറ്റവും നല്ല പ്രസ്സുകളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു. ആ മാറ്റുമ്പോൾ അന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ SSLC കഴിഞ്ഞ് പ്രീ ഡിഗ്രി തോറ്റ് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് 6 മണി മുതൽ 8 മണി വരെ. അപ്പോഴിവിടെ സമരം വന്നു, പ്രസ്സിൽ പാടില്ലാത്ത. അപ്പോൾ പറഞ്ഞു, പ്രസിൻ്റെ മാനേജർ തൊഴിൽ ഇവിടുത്തെ ആളുകളല്ല, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് പ്രോപ്പർട്ടി, അതെന്ത് ചെയ്യണമെന്ന് VC തീരുമാനിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ പഠിച്ചവർ ജീവിതത്തിൽ 50,000 60,000 ഉറുപ്പ്യ ശമ്പളം വാങ്ങുന്ന ജോലിയിലേക്ക് എത്തി. ഞാനവരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്തുകൊണ്ട്, ഞാൻ സിൻഡിക്കേറ്റ് മെമ്പറോട് ചോദിക്കാം, എന്തുകൊണ്ട് ആ കോഴ്സ് നിർത്തി? എന്തുകൊണ്ട്? ഉത്തരവില്ല. ഇല്ല, സിൻഡിക്കേറ്റിൻ്റെ മുഖം വേറെ ഒന്നായിരുന്നു. അതേ പ്രസ് ഇവിടെ ഇന്ന് BTech കൊടുക്കുന്നു. കേരളത്തിൽ ഒരൊറ്റ ദിക്കിലും BTech ഇല്ല. കാരണം 50 കോടി ഉറുപ്പ്യ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ്റും തയ്യാറാവില്ല. 50 കോടി വേണം ഒരു പ്രസ് ഇതുപോലത്തെ നടത്താൻ. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയെ സമീപിച്ചു. പ്രസ്സിൽ കൂടുതൽ തൊഴിൽ കൊടുക്കണം, ഫണ്ട് വേണം, എല്ലാം അനുവദിച്ച് കിട്ടി. പാഠപുസ്തകങ്ങൾ +2 ഇതെല്ലാം വരുന്ന പാഠപുസ്തകങ്ങൾ അടിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞങ്ങൾ എത്തിച്ചു. 1.5 കോടി ഉറുപ്പ്യോളം അന്ന് ലാഭമൊക്കെ. അപ്പം ഞാൻ ഇറങ്ങുമ്പം ഞാനൊരു റിപ്പോർട്ട് കൊടുത്തു, എഡ്യൂക്കേഷൻ സെക്രട്ടറി, ചീഫ് മിനിസ്റ്ററല്ല, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന ഗ്രാൻഡിൽ ഇത്ര കുറവ് 2 കോടി നിങ്ങൾക്ക് കട്ട് ചെയ്യുക. പ്രൊവൈഡഡ് പാഠപുസ്തകങ്ങൾ മുഴുവൻ ഇവിടെ അടിക്കണം. അന്ന് ഞങ്ങൾ 10 റുപ്യക്ക് അടിച്ച് വിതരണം ചെയ്ത പാഠപുസ്തകം ഓരോ പുസ്തകത്തിന് 25 റുപ്യ വില വന്നു. ഒരു പ്രൊട്ടസ്റ്റും നമ്മുടെ സമൂഹത്തിലില്ല. കാരണം എന്താണ്? അവിടെയാണ് ഞാൻ എന്തുകൊണ്ട് അന്നത്തെ സിൻഡിക്കേറ്റ് അതിനുവേണ്ടി ശ്രമിച്ചില്ല? ഈ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇതിൻ്റെ റൂൾസ് ഞാൻ പറയുന്നതല്ല, ശിവദാസ മേനോൻ പറയാണ്, ഫൈനാൻസ് മിനിസ്റ്റർ. വൈസ് ചാൻസലർ ഈസ് ദ കിങ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി ആസ് പെർ റൂൾസ്. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അടിസ്ഥാനപരമായി ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഇത്രയും ഉയർത്തിക്കൊണ്ടുവരും എൻ്റെ മനസ്സിലൊരാഗ്രഹം. ജർമ്മനിയിലെ ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന പ്രൊഫസർമാരെ ഇവിടെ കൊണ്ടുവരിക, ട്രെയിനിങ് കൊടുക്കുക, ഇവിടുത്തെ ആളുകൾക്ക് മുഴുവൻ വിളിച്ചിട്ട് പ്രിൻറ്റേഴ്സിൽ സെമിനാർ കൊടുത്ത് നോളജ് ട്രാൻസ്മിറ്റ് ചെയ്യുക.
എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ചെയ്യുന്നില്ല? അടിസ്ഥാനപരമായിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റികൾ ആ നിലയിലേക്ക് ഉയർന്നു വരുന്നില്ല. കാരണം എന്താണ്? മീഡിയോക്കേഴ്സായിട്ടുള്ള ആളുകൾ വന്നിരിക്കുമ്പോൾ ഇവിടെയെല്ലാം തന്നെ ചിന്തകൾ വ്യാപരിക്കുന്നില്ല. ഈ പ്രസ്സിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാം. ഒരു ഉദാഹരണം, പഞ്ചതന്ത്രത്തിലെ കഥ പറഞ്ഞതുപോലെ കോഴിക്കോട് ബജാറിൽ വലിയ പേപ്പർ സപ്ലൈ ചെയ്ത ആൾക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങൾ കടം തരില്ല എന്ന് പറഞ്ഞു. അവരെ പണം കൊടുക്കില്ല. എത്രയോ കോടി ഉറുപ്പികളെല്ലാം നീട്ടി കൊടുക്കും. അപ്പോൾ അവർ രാധാകൃഷ്ണ ഷെട്ടി സാറിന് വേണമെങ്കിൽ കടം തരാമെന്ന്. ഞാൻ ഇറങ്ങുന്നത് വരെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? പ്രസ്സിന് 100 പ്രശ്നമുണ്ട്. 5000 ഉറുപ്പികയുടെ മീതെയുള്ള ഒരു കൊട്ടേഷൻ എല്ലാ ദിക്കും കൊട്ടേഷൻ എടുക്കുക, എന്നിട്ട് അതിൽ തീരുമാനം എടുക്കുക. അതെല്ലാം വരുമ്പോഴേക്ക് 3 മാസം 4 മാസം പ്രസ് അടിക്കാവും. ഇങ്ങനെ നടക്കോ കാര്യങ്ങൾ? പക്ഷെ വൈസ് ചാൻസലർക്ക് ഒരു അധികാരമുണ്ട്. കൊട്ടേഷനും വേണ്ട, ഒന്നും വേണ്ട, ഹി ക്യാൻ റൈറ്റ് ഇറ്റ് യെസ്. എൻ്റെ രാവിലത്തെ കോള് പ്രസ്സിലേക്കാണ് പോവുക 9 മണിക്ക്. ഇന്നത്തെ പ്രശ്നമല്ല. അപ്പോൾ പറയാം കടലാസില്ല, മറ്റേ മഷിയില്ല, 5000 ഉറുപ്പ്യ കൊട്ടേഷൻ. ഫയൽ എടുത്തു, ഓക്കെ ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അപ്പം പ്രസ്സിൻ്റെ മുകളിൽ ഇറ്റ് പ്രൊഡ്യൂസസ് മണി, ഇറ്റ് ഗീവ്സ് ട്രെയിനിങ് ടു ദ സൊസൈറ്റി. അപ്പോൾ പ്രസ് ഇവിടുത്തെ ജീവനാടിയാണ്. ഇന്നലെ അദ്ദേഹം പറയുകയുണ്ട്, നമ്മൾ ചെയർമാൻ, ഇവിടെ മുഴുവൻ പ്രസ്സുകൾ വളർന്നു വന്നു. ഏതുപോലെ? ശിവകാശിയിലെ പോലെ പ്രസ്സുകൾ ഇവിടെ വരികയാണ്. എന്തുകൊണ്ട് ഇതിനെ വളർത്തിയെടുക്കുന്നില്ല? എൻ്റെ ചോദ്യം. ആദ്യം ജലാം ഫോറ അടിച്ചൊരു പ്രസ് ഏത് നിലയിൽ വളർന്നു? എത്ര ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു? ഇന്ന് ബിടെക് പഠിച്ചവർ ഇന്ത്യയുടെ എല്ലാ ദിക്കിലും വെബ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന മിഷൻ അവർക്ക് പ്രവർത്തിക്കാം. ഒരു ദിവസം രാവിലെ പ്രസ്സിൽ പോയിട്ട് വരുമ്പോൾ അവിടെ 19 ഇതേപോലെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും വർക്ക് ചെയ്യാം. എത്ര പണം കിട്ടുമെന്ന് ചോദിച്ചു. 200-250 എല്ലാം ഓക്കെ. ഞാൻ മടങ്ങി ഓഫീസിൽ എത്തുമ്പോഴേക്ക് ഗാദറിങ് മെഷീൻ എന്ന് പറയുന്നൊരു മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ടില്ല ഫയൽ വന്നിരിക്കുക. എൻ്റെ ഒപ്പ് മാത്രമേ അതിന് വേണ്ടൂ. എല്ലാവരും ഓക്കെ ചെയ്തിരിക്കുന്നു. ഗാദറിങ് മെഷീൻ വന്നാൽ എന്താ റിസൾട്ട് വരിക? ഈ 50 പെൺകുട്ടികളും ആൺകുട്ടികളും പുറത്തു പോകുന്നു. ഏറ്റവും അടിസ്ഥാന പ്രശ്നം, അവർ തൊഴിലില്ലാത്തവരാകുന്നു. അപ്പോൾ ഗാന്ധിജീൻ്റെ പടമുണ്ട്, എല്ലാ ദിക്കിലും ഗാന്ധിജീൻ്റെ പടമുണ്ട്. എല്ലാ അഴിമതി പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാണ്, അതിലെ വിറ്റ്നസ്. ഞാൻ ഗാന്ധിജിയോട് ചോദിച്ചു, അങ്ങ് ഈ ഫയൽ ഒപ്പിടുമോ? നിങ്ങൾക്ക്
ബിൽഡിംഗ് വരും. ഇന്ന് ലേഡീസ് ഹോസ്റ്റലിൻ്റെ വളർച്ച അതാണ്. അപ്പോൾ ഈ നിലയിൽ ചിന്തിച്ചുകൊണ്ട് കമ്മിറ്റ്മെൻറ്റ് ടു ദ പുവർ സെക്ഷൻസ്, പിന്നെ നോളജ് ടു ദ വില്ലേജസ്, എല്ലാ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത്? നിങ്ങൾ അതുപോലെയായിട്ട് മാറണം. ഞാൻ ഇവിടുത്തെ വൃദ്ധസമൂഹത്തോടല്ല പറയുന്നത്, വരാൻ പോകുന്ന യങ്സ്റ്റേഴ്സ്, നിങ്ങളുടെ വിൽ പവർ എന്താണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് ഉദാഹരണങ്ങളിലൂടെ മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുള്ളൂ. ആ ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. ഇപ്പം മലബാർ മൂവ്മെൻ്റ് അതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ ചിന്തകന്മാർ, പ്രവർത്തകന്മാർ, ഇതെല്ലാം നമ്മുടെ സമൂഹം ഉണ്ടാക്കണം. അവിടെയാണ് ഈക്വാലിറ്റി വരുന്നത്. നോളജ്, പിന്നെ ക്വാളിറ്റി. നമ്മളെല്ലാം തന്നെ ക്വാളിറ്റി. ഇപ്പം MAക്ക് പ്രീ ഡിഗ്രിക്ക് എടുക്കുന്ന പോലെ എനിക്ക് ക്ലാസ് എടുക്കാം. അശോകൻ്റെ ചക്രവർത്തിക്ക് യാതൊരു മാറ്റവുമില്ല. എല്ലാ കൊല്ലവും അശോകൻ ചക്രവർത്തി അല്ല, അതൊരു നോട്ട് പുസ്തകം ഉണ്ടെങ്കിൽ അതെല്ലാം പിറ്റേത്തെ കൊല്ലും, അതിൻ്റെ പിറ്റേത്തെ കൊല്ലും ആവർത്തിക്കാം. പക്ഷേ അശോകൻ ചക്രവർത്തിയെ പറ്റിയിട്ട് എത്ര പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ആളുകൾ എന്ത് പറയുന്നു, ലൈറ്റ് ഓഫ് ഏഷ്യയാണ് മാത്യു ആർണൗട്ട് പറയുന്നത് പോലെ. അപ്പോൾ ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് MAക്ക് ക്ലാസ് എടുക്കണം, പ്രീ ഡിഗ്രി കാലം എടുക്കുക. അവിടെയാണ് ക്വാളിറ്റി. ആ ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ MAയും പ്രീ ഡിഗ്രി തമ്മിൽ എന്താ വ്യത്യാസം? അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള ആളുകൾ ഉണ്ടാക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഈക്വാലിറ്റി, അവിടെയാണ് ഞങ്ങളുടെ ഈ മൂവ്മെൻറ്റ് എന്ന് കുട്ടികളെ ധരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പ്രസ്സിൽ നടക്കുമ്പോൾ പ്രസ്സിൻ്റെ ഒരു പിൻ പോയിൻ്റാണ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. ഇവിടുത്തെ ഒരു വലിയ വിദ്യാർത്ഥി സംഘടന ഒരു മെമ്മോറാണ് മുഖ്യമന്ത്രിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തിയിട്ട് എല്ലാം ദോഷമാക്കുന്നു. മന്ത്രി പാർട്ടിക്കാർ എല്ലാം ഉള്ള വേദിക്കിൽ ഞാനൊരൊറ്റ ചോദ്യം, യു വാണ്ട് എ ഫ്യൂഡൽ യൂണിവേഴ്സിറ്റി ഓർ എ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി? പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ എനിക്കിരിക്കാൻ പറ്റില്ല. അപ്പോഴവസാനം മന്ത്രിമാരെല്ലാം യു ഗോ വാട്ട് യു വാണ്ട്. ഈ വിദ്യാർത്ഥി യൂണിയനിലെ അപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ എന്ത് ചെയ്യണം? അവർ MA കഴിച്ചിട്ട് വരുമ്പോൾ താഴേക്കടയിലുള്ള ആളുകളെ കാര്യം അവർ ചിന്തിക്കുന്നില്ല. സർട്ടിഫിക്കറ്റ് കോഴ്സ് പാടില്ല. ഇതെല്ലാം വേദനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയോടുള്ള എൻ്റെ ബന്ധം, ആ ബന്ധം കൊണ്ടാണ് മലബാർ എഡ്യൂക്കേഷനിലെ ചെയർമാനായിട്ട് ഇവരെല്ലാം കണ്ടെത്തിയത്. ഞാൻ അവരോട് പറഞ്ഞതൊന്നുമല്ല. അവർ എത്രയോ കൊല്ലമായിട്ട് കഴിഞ്ഞ 1ാം യോഗത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ 2ാം യോഗത്തിൽ നിർബന്ധപൂർവ്വം എല്ലാ ആരോഗ്യം പരിഗണിക്കാതെ ഞാൻ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രസംഗം ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആക്കിയത് കാലമാണെന്ന് പറയട്ടെ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട കർത്തവ്യം ആരാണ്? സിൻഡിക്കേറ്റ് മെമ്പർമാരാണ്. സിൻഡിക്കേറ്റ് മെമ്പർമാർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോൾ വെറും മീറ്റിങ്ങിന് പോലല്ല, അതിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ട് ഈ യൂണിവേഴ്സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. വയനാട് ഈ യൂണിവേഴ്സിറ്റി 50 കൊല്ലം കഴിഞ്ഞു. എന്തുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ട് കിടന്നു? അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, MSW ഇല്ല, ട്രെയിനിങ് ഇല്ല, ഒന്നുമില്ല. പിന്നീട് ഇതെല്ലാം വന്നു. അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ സെൻറ്ററിൽ എൻ്റെ മകൻ്റെ ഭാര്യ അവിടെ പഠിച്ച ആളാണ് ബത്തേരിയിൽ. ഞാൻ അവരോട് ചോദിക്കും, എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും കിട്ടിയിട്ട് തയ്യാറിൽ ഗുഡ് പൊസിഷൻസ്. അവിടെയാണ് നിങ്ങൾ ഈക്വാലിറ്റി കൊടുക്കുന്നത്. ആ ഈക്വാലിറ്റി കൊടുക്കാൻ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ഒരു നടക്കുകയില്ല. അപ്പോൾ ആ നിലയിൽ മുന്നോട്ട് പോകാൻ പ്രചോദനം ഈ പഞ്ചതന്ത്രത്തിലെ കഥ പോലെ ഇവിടുത്തെ ഇവർ ഉണ്ടാവും. ആ ക്വാളിറ്റി പിന്നീട് ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ മിലിറ്ററി ഹിസ്റ്ററി പഠിക്കാറില്ല. ജനറൽ മനേക്ഷ കേട്ടിട്ടുള്ള ഫീൽഡ് മാർഷൽ മനേക്ഷ
6 യുദ്ധങ്ങളിൽ അയാൾ പങ്കെടുത്ത ഫീൽഡ് കമാൻഡറായിരുന്നു. ഒരു ക്യാബിനറ്റ് കഴിച്ചപ്പോൾ പിന്നെ ഇന്ദിരാഗാന്ധി ക്യാബിനറ്റ് മന്ത്രിമാരോട് പുറത്തു പോകാൻ പറഞ്ഞു. ഐ വാണ്ട് ടു ടോക്ക് പേഴ്സണലി. വിളിച്ചിട്ട് ചോദിച്ചു, പാകിസ്ഥാനെ ഇപ്പോഴും ആക്രമിക്കണം, 72 ലോകത്തും, ഐ വാണ്ട് ദിസ് മോമെൻ്റ് എന്ന്. ഇയാൾ ഫീൽഡ് മാർഷൽ മന്ത്രിയോട് പറഞ്ഞു, ഇത് ശരിയാവുകയില്ല, ഈ മോമെൻറ്റിൽ ആക്രമണം സാധ്യമല്ല, സൈന്യങ്ങൾ പല ദിക്കിലുമാണ്. എന്തുകൊണ്ട്? ഒരു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പറയുമ്പോൾ കമാൻഡർ ഇൻ ചീഫ് പറയുകയാണ് സാധ്യമല്ല, ഞാൻ രാജിവെക്കുകയാണ്, നിങ്ങൾ വേറെ ആളെ പോസ്റ്റ് ചെയ്തോളൂ, ഐ ഡോണ്ട് വാണ്ട് ടു ഡിക്ലെയർ എന്താ ഫെയിലിയർ ബിഫോർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. അത് പറയാൻ നമ്മൾ എത്ര ധൈര്യമുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക്. അയാൾ പറഞ്ഞു, റൈറ്റ് ടൈം ഐ വിൽ ഡിക്ലെയർ ഇറ്റ്. അയാൾ റൈറ്റ് ടൈമിൽ ഡിക്ലെയർ ചെയ്തു. പാകിസ്ഥാൻ്റെ പരാജയം 72 സംഭവിച്ചു. എന്തുകൊണ്ട്? ആ കമാൻഡർ ഇൻ ചീഫിലെ വിൽ പവറാണ്. അതുപോലെ ഓരോ വൈസ് ചാൻസലർമാർക്കും അവരെ വിൽ പവർ നടപ്പിലാക്കാനുള്ള ഒരു അവസരം. ഉമറൂട്ടി സാഹിബ് എപ്പോഴും പറയും, അനേകം പേർക്ക് വൈസ് ചാൻസലറായിട്ട് വരാം, പക്ഷേ ഇതൊരു ദൈവ നിയോഗമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല ഞാൻ ദൈവ നിയോഗത്തിൽ പൂർത്തിയാക്കിയോ ക്വാളിറ്റി വന്നോ, പക്ഷേ എനിക്കറിയാം നോളജ് ടു ദ വില്ലേജസ്. ഒരു ഉദാഹരണം കൂടി പറയാം, പഞ്ചതന്ത്രത്തിലെ കഥ പോലെ. ജോൺ മത്തായി സെൻറ്റർ കേട്ടിട്ടുണ്ടാവും, തൃശ്ശൂർ. 14 കോടി റുപ്യ അസറ്റുള്ള ഒരു സാധനം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിക്ക് വിട്ടുകൊടുത്തു. അവിടെ അന്നൊരു എക്കണോമിക്സും ഒരു ഡ്രാമ ഉണ്ടായിരുന്നു. ഞാൻ ചാർജ് എടുത്തപ്പോഴത്തെ പ്രൊഫസർമാർ വന്നിട്ട് പറയുകയാണ്, ബിൽഡിങ് വീഴും, കുട്ടികൾ മരിക്കും, ഉത്തരവാദി ഞാനല്ലാതെ. ഇന്ന് അവിടെ കമ്പ്യൂട്ടർ സയൻസ്, എഡ്യൂക്കേഷൻ എല്ലാം എന്തുകൊണ്ട് വന്നു? അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ മറ്റൊരവസരം വരാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞാൻ വരുന്നില്ല, അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഞാൻ അടിച്ചിട്ടുണ്ട്, അത് അവർ തരും, ആളുകളത് വായിക്കണം. അങ്ങനെയാണ് മലപ്പുറത്തെ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഫൈറ്റർ പൈലറ്റുമാർ വരെ ഈ ബിടെക് കഴിഞ്ഞവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ആദ്യത്തെ 10 കൊല്ലം കൊച്ചിൻ ടെക്നോളജി യൂണിവേഴ്സിറ്റിയെക്കാളും മുൻപന്തിയിലായിരുന്നെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഞാൻ ഒരു പ്രൊഫസർ, അയാൾ റിട്ടയർ ചെയ്തിട്ട് എൻ്റെ എവിടെയോ ഡയറിയിൽ അയാളുടെ നമ്പർ ഉണ്ടായിരുന്നു, വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പം ബാംഗ്ലൂരല്ല, മദ്രാസ് ബോംബെയിലാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഗസ്റ്റായിട്ട് വരൂ, 1 കൊല്ലം ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കും. ആ കുട്ടികളെ പഠിപ്പിച്ച് അദ്ദേഹം മാത്തമാറ്റിക്സിൽ ഇവർ മുഴുവൻ പാസ്സായി. അതേസമയത്ത് വേറെ കോളേജുകളിൽ തോറ്റു പോകുന്നു. അപ്പോൾ ഈ ഫെസിലിറ്റി അത് കൊടുത്തത് കൊണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരാൻ കഴിഞ്ഞു. എത്ര പേര് ഇവിടെ ബിടെക് കഴിഞ്ഞു. ഞാനൊരു ദിവസം പുറത്തു പോകുമ്പോൾ ഇവിടുത്തെ വാഷർമാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയാണ് കാറ് കാണിച്ച് നിർത്തി, സാറേ എൻ്റെ മകൾ ഇവിടെ പഠിച്ചിട്ട് ഇപ്പം ബിടെക് അവിടെ അധ്യാപിക്കുകയാണ്. ദാറ്റ് ഈസ് ക്ലാസ് മൊബിലിറ്റി. ആ ക്ലാസ് മൊബിലിറ്റിക്ക് യൂണിവേഴ്സിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയാതെ പോയിരിക്കുകയാണ്. ഭരണാധികാരികൾ പഴയ കോളേജ് ഭരണം തന്നെ മലബാർ പിന്നോക്കാവസ്ഥയിലായിരിക്കുന്നത്. അവിടെയാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. ഈ ഒരു അവസരം ഞാൻ ചെറിയ കുട്ടികളോടാണ് സംസാരിച്ചത്. നിങ്ങൾ ഉയർന്ന നിലകളിൽ എത്തുമ്പോൾ ഇങ്ങനൊരു പ്രസംഗം പണ്ട് കേട്ടിരുന്നു എന്ന് ഓർമ്മിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. Thank you so much, sir. Now